ഹലോ, എല്ലാവർക്കും ലച്ചൂസ് മോനൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ നെറ്റിയുടെ മുൻഭാഗത്തുണ്ടാകുന്ന ചെറിയ ചെറിയ നരകൾ. അതായത് നമുക്ക് കൈ കൊണ്ടൊന്ന് പിഴാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കുട്ടി കുട്ടി നരകൾ ഇല്ലയോ. അപ്പോൾ എനിക്കും വേണ്ട, നിങ്ങൾക്ക് നല്ലതുപോലെ കാണാമെന്ന് വിചാരിക്കുന്നു. എനിക്കും ഉണ്ട് നെറ്റിയുടെ മുൻഭാഗത്ത് കുറേ കുഞ്ഞു നരകൾ. അപ്പോൾ ഇത് എങ്ങനെ ഒഴിവാക്കാം, എങ്ങനെ നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ഒരു ഹോം റെമഡി ചെയ്തെടുക്കാം എന്നൊരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. തികച്ചും എളുപ്പത്തിൽ ചെയ്യുന്ന 2 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഹോം റെമഡിയാണ് ഞാൻ കാണിക്കുന്നത്. ആഴ്ചയിൽ 2 വട്ടം റെഗുലറായി ഉപയോഗിച്ചാൽ നമുക്ക് നല്ലൊരു വിസിബിളായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാവും. അപ്പം നമുക്ക് നേരെ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിനകത്തോട്ട് നമ്മൾ 1 ഗ്ലാസ് വെള്ളം വെച്ച് അര സ്പൂണോളം തേയിലപ്പൊടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ സിമ്മിൽ തീ ഇട്ടിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കണം. അതായത് 1 ഗ്ലാസ് വെള്ളത്തിനെ നമുക്ക് അര ഗ്ലാസ്സാക്കി മാറ്റിയെടുക്കണേ. അപ്പോൾ നമ്മുടെ വണ്ടി പോകുന്നതുകൊണ്ടാണ് കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. നമ്മളത് ഒന്ന് തിളപ്പിച്ച് മാറ്റിയിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കരിഞ്ജീരകമാണ് കേട്ടോ. കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. മുടിക്ക് കറുപ്പ് നിറം നൽകാനും മുടി തഴച്ച് വളരാനും മുടിയുടെ ആ ഒരു മുടിയുടെ എല്ലാ ഒരു പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം എന്ന് പറയാം നമ്മുടെ കരിഞ്ജീരകം. അത് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കരിഞ്ജീരകം ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണേ. ചൂടാക്കാതെയും പൊടിച്ചെടുക്കാം കേട്ടോ. ഞാനതൊന്ന് എടുത്തിട്ട് പിന്നെ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹെന്ന പൗഡറാണ്, മൈലാഞ്ചി. ഞാൻ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ബാലൻസാണ്. അപ്പം മൈലാഞ്ചി പൗഡറും നമ്മുടെ കരിഞ്ജീരകവും കൂടെ മാത്രമാണ് നമ്മൾ ഈ ഒരു നമ്മുടെ നെറ്റിയുടെ മുൻഭാഗത്തുണ്ടാകുന്ന നരം മറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പോകുന്ന പായ്ക്ക്. അപ്പം നമ്മൾ രണ്ടും ഒരേ അളവിലെടുക്കുക. മുടിക്ക് എത്രമാത്രം നരയുണ്ട്, ഇപ്പം മുടിയുടെ മുൻഭാഗത്തല്ല ഉള്ളിലോട്ടുണ്ടെങ്കിൽ നമുക്കിത് മസ്റ്റായിട്ടും ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ 2 സ്പൂണ് നമ്മുടെ കരിഞ്ജീരക പൗഡർ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂണ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. എന്നിട്ട് അതേ അളവിൽ തന്നെ 2 സ്പൂണ് ഹെന്ന പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഹെന്ന പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിഗോയും ചേർക്കാം കേട്ടോ. നമ്മുടെ ഇൻഡിഗോ പൗഡറും ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് ഞാൻ 2 സ്പൂൺ ഹെന്ന പൗഡറോട് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ തേയില വെള്ളം എത്രത്തോളം വേണോ ആദ്യമേ ഒരുപാട് ഒഴിക്കരുത്. ഞാനിവിടെ ആദ്യം 4 സ്പൂൺ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ 4 സ്പൂൺ ഒഴിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം ഞാനൊരു 8 സ്പൂണോളം തേയില വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു കുഴമ്പ് രൂപമാക്കി നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നമ്മൾ ആഴ്ചയിൽ 2 വട്ടം വെച്ച് ചെയ്താൽ നമുക്ക് വിസിബിളായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവുന്നതാണ്. നല്ലൊരു റിസൾട്ട് കിട്ടും. നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങി നമ്മുടെ മുടിയിലൊക്കെ തേക്കുന്നതെല്ലാം കെമിക്കൽ ആയതുകൊണ്ട് പെട്ടെന്ന് മുടി ഡാമേജ് ആകാനാണ് സാധ്യത കൂടുതലും. പിന്നെ നമ്മുടെ മുടിക്കകം മുടി ഫുള്ള് നരയ്ക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഹോർമോൺ ചേഞ്ചസ്, ആഹാര രീതികൾ, പിന്നെ നമ്മുടെ സ്ട്രെസ്സ്, പിന്നെ അങ്ങനെ നമ്മുടെ യാത്രകൾ, അങ്ങനെയൊക്കെ മുടി നരയ്ക്കും. പിന്നെ മുടിയുടെ മുൻഭാഗത്ത് പെട്ടെന്ന് നര വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ സോപ്പൊക്കെ ഇട്ട് മുഖം കഴുകുക, അല്ലെങ്കിൽ ഫേസ് വാഷൊക്കെ ഇട്ട് മുഖം കഴുകുന്ന സമയത്ത് നമ്മൾ മുഖത്തൊക്കെ ഇങ്ങനെ ഇടുന്ന സമയത്ത് നമ്മുടെ മുൻഭാഗത്തെ മുടിയിലോട്ടൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ടൊക്കെ പോകും. അപ്പോൾ അതെല്ലാം കെമിക്കൽ ആയതുകൊണ്ടാണ് നമ്മുടെ മുടിയുടെ മുൻഭാഗത്ത് പെട്ടെന്ന് നര ഉണ്ടാവാൻ സാധ്യത. പിന്നെ അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് പായ്ക്ക് റെഡിയാക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് എവിടെയാണോ നരയുള്ളത് അവിടെ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളെ അത് അപ്ലൈ ചെയ്ത് കാണിക്കാം. എനിക്ക് നെറ്റിയുടെ മുൻഭാഗത്ത് നല്ല പോലെ നരയുണ്ട് കേട്ടോ. ഞാൻ അതാണ് ഇൻട്രോ കൊടുത്തേക്കുന്നത്. എൻ്റെ നെറ്റിയുടെ മുൻഭാഗത്തുള്ള നരയാണ്. നല്ല പോലെ നരയുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിലൊന്ന് പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ചെറിയ നര. നമ്മുടെ മുടിക്ക് ഉള്ളിലാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, കാരണം ആരും കാണുന്നില്ല. പക്ഷേ ഈ നെറ്റിയുടെ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ഭയങ്കര മാനസികമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ നിങ്ങളെ എത്രത്തോളം നിങ്ങൾക്കത് ക്ലിയറായി, ഞാനതുകൊണ്ട് പുറത്ത് വന്നിരുന്നാണ്, നമ്മുടെ പ്രകൃതിയുടെ വെട്ടത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ലൈറ്റും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം ഞാൻ വെളിയിൽ ഇറങ്ങിയിരുന്നുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. നേരത്തെ ഞാൻ കാണിച്ചു കണ്ടോ, നമ്മൾ അത്രയും ആ സൈഡിലൊക്കെ നരയുണ്ട്. അപ്പം ഞാൻ മുടി ഒന്ന് നല്ലതുപോലെ അഴിച്ചിട്ടിട്ട്, നമുക്ക് ഉള്ളോട്ട് വേണ്ട, ഈ ഫ്രണ്ടിൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് തേച്ച് കാണിച്ചു തരാം. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും
നമ്മുടെ വീഡിയോസ്, ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. എന്നിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടി എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ വന്ന് കമൻ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കട്ടിയായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. നല്ല കട്ടിക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. ഒരു മുക്കാൽ മണിക്കൂർ അങ്ങനെ വെച്ചിട്ട് നമ്മുടെ സാധാ വെള്ളത്തിൽ കഴുകിക്കളയാം കേട്ടോ. നിങ്ങളൊരു ഒരാഴ്ച 2 വട്ടം ഇത് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ തന്നെ വിസിബിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾ മാസത്തിൽ അതിനനുസരിച്ചിട്ട് ഇത് ചെയ്യാൻ നോക്കുക. മുടിയുടെ ഉള്ളിലും എല്ലാം നരയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ മുടിക്ക് നര മാറാൻ വേണ്ടിയുള്ള ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ല എഫേർട്ട് എടുത്ത് ചെയ്ത വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എങ്കിലും ഉണ്ട് കേട്ടോ. 10K ഒക്കെ കഴിഞ്ഞ് എൻ്റെ വീഡിയോ കിടപ്പുണ്ട് മുടിയെ നര മാറ്റുന്നതിനുള്ളത്. എല്ലാവരും ഒന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഈ കുഞ്ഞു ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നല്ല നല്ല യൂസ്ഫുള്ളായിട്ട് വീഡിയോസ് മാത്രമാണ് ഞാൻ ഇടുന്നത്. ഞാൻ ചെയ്ത് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയ ഫേസ് പാക്കുകൾ, ഹെയർ മാസ്ക്, പിന്നെ എൻ്റെ കുക്കിംഗ് വീഡിയോസ്, അങ്ങനെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും ചാനലൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാനിവിടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയും. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും നെറ്റിയുടെ മുൻഭാഗത്ത് നരയുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.